ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ഫാമിലിനെയാണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് ഫാത്തിമ. ഫാത്തിമേനെ ഞാൻ പരിചയപ്പെടുന്നതിന് മുൻപേ പരിചയപ്പെട്ടതാണ് ഫാത്തിമയുടെ ഫാമിലിനെ പരിചയപ്പെട്ടത് എവിടെയാണെന്ന് വെച്ചാൽ, അതായത് ഫാത്തിമയുടെ ഫാമിലി നമ്മുടെ യൂട്യൂബ് ചാനലിൽ ആദ്യമായി വരുന്ന മുഖങ്ങളല്ല. ഫാത്തിമയുടെ ഫാമിലിനെ ഞാൻ പരിചയപ്പെടുന്നത് ഇപ്പൊ കാണുന്ന ഈ ചിരിയോട് കൂടിയല്ല. അതെ, ഫാത്തിമ ടെൻഷൻ അത് തന്നെ. ഫാത്തിമ നീറ്റ് എക്സാമിന് ഹാളിലേക്ക് കയറിയതിന് ശേഷം നമ്മളെ എക്സാം ഹാളിന് പുറത്തു നിന്നും അവരുടെ ഒരു റിവ്യൂ എടുക്കാൻ പോയിരുന്നു. അപ്പൊ അങ്ങനെ പരിചയപ്പെട്ട ഒരു ഫാമിലിയാണ് ആ ഫാമിലി. അന്നേരം ഈ ഉമ്മയുടെ മുഖത്ത് അന്നേരം ഉണ്ടായിരുന്ന ടെൻഷൻ ഇപ്പൊ ആ ചിരിയിലേക്ക് മാറിയിരിക്കുകയാണ്. ഫാത്തിമ ഉന്നത വിജയം നേടി, നീറ്റ് സ്കോർ വലിയ വിജയം നേടി വന്നിരിക്കുന്നു. അത് മാത്രമല്ല, മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്. അവിടെ വെച്ച് അവരോട് സംസാരിച്ച് പറഞ്ഞാണ്, ഈ നിൽക്കുന്ന കൊച്ചുമിടുക്കൻ നമ്മുടെ റെസിഡൻഷ്യൽ പ്രോഗ്രാമിലുള്ളതാണ്, ഇദ്ദേഹത്തിന്റെ ക്ലാസ് ടീച്ചറാണ് നമ്മുടെ ശരത് സാറ്. അപ്പൊ അങ്ങനെ ഒരു ഫാമിലിനെയാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഫാത്തിമ, എനിവേസ് കൺഗ്രാചുലേഷൻസ്. താങ്ക് യു. അപ്പൊ നമുക്ക് ഒരു കാര്യം ചോദിക്കട്ടെ, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നീറ്റിന്റെ റിസൾട്ട് കാര്യങ്ങൾ എങ്ങനെയാ? മോഡറേറ്റ് ലെവലിലായിരുന്നു. എക്സാം എഴുതി പുറത്തേക്ക് വന്നപ്പോ ഇവരാദ്യം എന്താ പറഞ്ഞത്? ആദ്യം ഇവരെ കണ്ടില്ല. ഞാൻ നല്ല റഷായിരുന്നു. അപ്പൊ എക്സാം എഴുതി കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു എനിക്ക് വിചാരിക്കുന്ന ഒരു മാർക്ക് കിട്ടില്ലായിരിക്കും എന്ന് പ്രതീക്ഷിച്ചു. പേടിയുണ്ടായിരുന്നു? നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ കണ്ടു കഴിഞ്ഞ് ഫ്ലാറ്റിൽ ചെന്ന് ആൻസർ കീ നോക്കിയപ്പോ 672 ആ മാർക്ക് ഉണ്ടായിരുന്നു. സമാധാനമായി, സന്തോഷം. ശരി 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 ശരി. ഞങ്ങൾ പരിചയപ്പെട്ട കാര്യം ഇവര് പറഞ്ഞിരുന്നോ? എക്സാം എഴുതി കാറി കയറിയപ്പോ അവര് എന്നോട് എക്സാമിന്റെ റിസൾട്ട് ചോദിക്കുന്ന മുമ്പേ അവരുടെ വീഡിയോ കണ്ടോന്നാണ് ചോദിക്കുന്നത്. അതാണ്. അപ്പൊ നമുക്ക് ഉമ്മയോടൊന്ന് സംസാരിക്കാം. ഉമ്മ എന്ത് പറയുന്നു? അതായത് അന്നത്തെ ടെൻഷനിൽ നിന്നും ഇന്നത്തെ ഈ ചിരിയിലേക്ക് മാറിയിരിക്കുകയാണ്. അന്ന് ഞാൻ ഈ മുഖം ഓർക്കുന്നുണ്ട്. നമ്മൾ അവിടെ ആ റോഡിൽ നിന്നപ്പോഴത്തേനും സംസാരിക്കുമ്പോൾ ഭയങ്കര ടെൻഷനുകളായിരുന്നു അല്ലെ? അപ്പൊ ഇപ്പൊ ഈ സന്തോഷം എങ്ങനെ കാണുന്നു? എല്ലാ വിജയങ്ങളും കൊടുക്കുകയാണ്. ഓക്കെ, താങ്ക് യു താങ്ക് യു താങ്ക് യു. അതെ, അതാണ് നമ്മുടെ ഇദ്ദേഹം നമ്മുടെ റെസിഡൻഷ്യൽ പ്രോഗ്രാമിലുള്ളതാണ്. ഇത് നമ്മുടെ ശരത് സാർ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ക്ലാസ് ടീച്ചറാണ്. അത് മാത്രമല്ല, ഉമ്മ നമ്മളെ കണ്ടപ്പോഴേ പരിചയപ്പെടുത്തിയ വേറൊരാളും കൂടെ ഉണ്ട്. ഇത് അതെ, അടുത്ത ബ്രില്യന്റ് സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാണ് പരിചയപ്പെടുന്നത്. സിസ്റ്ററിന്റെ മോളാണ് അല്ലെ? പേരെങ്ങനെയായിരുന്നു? മറിയം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുപാട് സന്തോഷം കേട്ടോ ഉമ്മ. ഒരുപാട് സന്തോഷം. ഇനിയിപ്പം ഏത് കോളേജിലൊക്കെ പോകാനാണ്? അങ്ങനെ വല്ല കോളേജുകളെല്ലാം തീരുമാനിച്ചോ? ആഗ്രഹമുള്ള കോളേജ്? കേരളത്തിലെ ഏതെങ്കിലും മെഡിക്കൽ കോളേജ്? ഇത് ഇദ്ദേഹം ഫാമിലിനെ ഒന്ന് പരിചയപ്പെടുത്തിക്കുക. ഇത് പാപ്പായാണ്, ഇത് അനിയച്ചാരാണ്. ഇദ്ദേഹം ഉമ്മയുടെ അനിയത്തിയാണ്, അനിയത്തിന്റെ മോളാണ്. സാറിനെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അതായത് ഇവിടെ വന്നപ്പോഴത്തേനും ഉണ്ടല്ലോ, അതായത് ഈ ഇന്റർവ്യൂവിന് നിൽക്കണമെങ്കിൽ സാറ് കൂടെ നിൽക്കണം എന്നുള്ളത് ഉമ്മയുടെ നിർബന്ധമായിരുന്നു. കാരണം ഇദ്ദേഹത്തിന്റെ ക്ലാസ് ടീച്ചറാണ്. സാറിനാണ് നമുക്ക് VIP പരിഗണന കൊടുത്തിരുന്നത് ഉമ്മ. അതാണ് നമ്മുടെ ബ്രില്യന്റ് ഫാമിലിയോടുള്ള ഇവരുടെ ഒരു സ്നേഹം. മാത്രമല്ല, ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഇദ്ദേഹം അടുത്ത സ്റ്റുഡന്റ് ആണെന്ന് ഇവർ പറഞ്ഞുകൊണ്ടാണ് ഇത് തുടങ്ങിയത്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. കൺഗ്രാചുലേഷൻ. ആഗ്രഹിച്ച അഡ്മിഷൻ എല്ലാം കിട്ടും കേട്ടോ. താങ്ക് യു ഫോർ ജോയിനിങ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.